ക്യൂട്ടീസ് ബിസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി പപ്പായ ജാമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു പപ്പായയുടെ മുക്കാൽ ഭാഗം ഞാൻ എടുത്ത് ഇനി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ് ഇടേണ്ടത്. പിന്നെ പപ്പായയുടെ മധുരമൊക്കെ അനുസരിച്ചിട്ടാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം 1 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര പിന്നീട് നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇതും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരയ്ക്കുകയാണ്. പേസ്റ്റ് രൂപത്തിൽ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഞാൻ ജാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചേക്കുന്ന പപ്പായ ഒഴിച്ചു കൊടുക്കാം. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ജാമെല്ലാം വാങ്ങി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പുരയിടത്തിലേക്ക് ഒരുപാട് പപ്പായൊക്കെ ഉണ്ടാവും. ഇത് ഞങ്ങളിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കുറുകി വരും. ഈ സമയത്ത് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഹാഫ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ പുളിപ്പൊക്കെ നോക്കിയ ശേഷം ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് മധുരം ഇട്ട് കൊടുക്കുന്ന ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പും മധുരമൊക്കെ നോക്കി, പുളിപ്പൊക്കെ നോക്കി. അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മധുരം ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. നല്ല ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. കാരണം തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി കട്ടിയാവും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും കട്ടിയാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. താങ്ക്